കുറെ വർഷങ്ങളായി എല്ലാം മറക്കാൻ ശ്രമിച്ച് ഒതുങ്ങി കഴിയുമ്പോഴും ഉള്ളിൽ അവനോടുള്ള പക എരിഞ്ഞ് കത്തുകയാടുന്നു. ഒരുപാട് കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിന്നിട്ടുള്ളവനാണ് ഞാൻ. ഇത് അതിനുള്ള ശിക്ഷയായിട്ട് ആശ്വസിക്കാം. പക്ഷേ എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനെങ്കിലും ജയശങ്കറിനോട് എനിക്ക് കാര്യങ്ങൾ PK വിചാരിച്ചവർ എളുപ്പമാകണമെങ്കിൽ ഞാൻ പറഞ്ഞ വഴിയെ നടക്കും. അത് ആ സമരം ഈ ദൗത്യം വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരാളെ ഈ നിമിഷം ഞാൻ ഏർപ്പാട് ചെയ്യാം. സമാധാനം. ഇത് കരുണൻ, ഞാൻ പറയാറുള്ള PK കരുണൻ, മിനിസ്റ്ററുടെ. അറിയാം, എല്ലാം വർഗീസ ചായൻ പറഞ്ഞിട്ടുണ്ട്. അച്ചായ, ഞാനും കൂടി നിൽക്കാം. ഇയാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുമോ വർഗീസേ? അക്കാര്യത്തിൽ തനിക്ക് സംശയം വേണ്ട. പിന്നെ വേറെ 3 പിള്ളേർ കൂടി ശരത്തിനൊപ്പം കാണും. അവന്മാർ നാളെ ലാൻഡ് ചെയ്യും. പറ്റില്ല. നിങ്ങളായിട്ട് ഒരിടപാട് ഞാൻ ഇല്ല. നിർത്തി. എന്റെ പൊന്നു കുട്ടേട്ട, ഈ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സഹായിക്കും. നിന്നെയൊക്കെ സഹായിക്കുന്ന പരിപാടി പണ്ടേ നിർത്തി. എടാ, സാമ്പത്തിക നില അല്പം മോശമായതുകൊണ്ടാണ് എന്റെ സ്വന്തം മോളുടെ കല്യാണം മുടക്കാൻ നിന്നെയൊക്കെ ഏൽപ്പിച്ചത്. 10,000 രൂപയും തന്നു. ചേട്ടൻ അത് മാത്രം പറയും. ചേട്ടന്റെ മോളുടെ കല്യാണം മുടക്കുന്നതിന് മുമ്പ് ചേട്ടന്റെ മോള് വല്ലവടെയും കൂടെ ഒളിച്ചോടി പോയില്ലേ? അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടണ്ടേ ചേട്ടാ? വേണ്ട ചേട്ടാ. എന്നാ ആ കാശ് തിരിച്ചു തരാനുള്ള സന്മനസ്സെങ്കിലും കാണിച്ചാ? അതൊക്കെ പോട്ടെ. നിന്റെ കത്തിൽ സുഖമില്ലാന്ന് കള്ളവും പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്റെ അടുത്ത് വന്ന് വണ്ടി വാങ്ങിച്ചോണ്ട് പോയ നിങ്ങളൊക്കെ എന്താണ് കാട്ടിയത്? ഞാൻ പോലും അറിയാതെ എന്റെ വണ്ടിയുടെ RC ബുക്ക് എടുത്ത് ഒറിജിനൽ വലിയ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി പണയം വെച്ച കാശെടുത്തില്ല. അതിന്റെ പലിശ ഇപ്പോഴും ഞാൻ കൊടുത്തോണ്ടിരിക്കുക. എനിക്ക് ചേട്ടാ, നമുക്ക് ഒന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. തെണ്ണോ അല്ല ചേട്ടാ, നമുക്ക് കാര്യങ്ങളൊക്കെ ഈ കുട്ടേട്ടന്റെ കാര്യം വാ പറയാം. ഇത് ബാക്കി ഒരാഴ്ച ചാവിതാ കുട്ടേട്ടാ. സെറ്റപ്പാണല്ലേ? എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയാ. ഫോട്ടോ ഉണ്ടാ? നല്ലതാണെങ്കിൽ ഞാൻ അത് വേണ്ട.
ഞങ്ങൾ അവളുടെ കൂടെ കറങ്ങി ഒരു 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു. ഏയ്, 4 ദിവസം വണ്ടി അയച്ചാ വണ്ടിയുടെ ഓണർ വന്ന് എന്ത് ചെയ്യും? ഞാനെന്ത് സമാനം പറയും? ചേട്ടൻ ഊട്ടിയിൽ ഒരു ഓട്ടം പോയെന്ന് പറഞ്ഞാൽ മതി. ഏയ്, ഊട്ടിക്ക് പോണ നിങ്ങളല്ലേ, ഞാനല്ലല്ലോ. അതിന് ഊട്ടിയേക്കാൾ നല്ലൊരു സെറ്റപ്പ് ഞാൻ ഇവിടെ ശരിയാക്കി തരാം. സെറ്റപ്പ് ഉണ്ടാക്കുവല്ല. ഓക്കെ. ജയസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ പത്മശ്രീ ജയശങ്കറിന്റെ മകൾ മിസ് ശ്രേയ ശങ്കർ. ഉയരം ഏതാണ്ട് 5 അടി 7 ഇഞ്ച്. ഗുഡ് ലുക്കിംഗ്, സ്മാർട്ട്, വെളുത്ത നിറം. എന്തിനാ ചായ കെട്ടാനൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയാ പ്ലാൻ? പ്ലാനും പദ്ധതിയൊക്കെ PK തയ്യാറാക്കിക്കൊള്ളു. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദേ ഇതിലുണ്ട്. ആയില്ലേ, ആളുകളൊക്കെ വന്നു തുടങ്ങി. ഒന്നിനൊരു കുറവുണ്ടാവരുത്. ഒരു കുറവും ഉണ്ടാവില്ല. ഉപ്പ് പോലും വാരി വിതറിയിട്ടുണ്ട്. താൻ ഇങ്ങനെ തൊട്ടനും പിടിച്ചതിനൊക്കെ പാർട്ടി എടുത്തു. ഇതൊക്കെ ചെലവല്ലേ? ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യല്ലേ. ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ നമുക്ക് എല്ലാവരും ഒന്ന് കാണാനും ബന്ധം പുതുക്കാനും ഒക്കെ സാധിക്കുക. ഇച്ചായ, ഓ, ഇവിടെ വന്ന് നിൽക്കാണോ? അകത്തെല്ലാരും തിരക്കുന്നു. ആ, ആ ദിവസം ആ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം 5 ലക്ഷം അല്ലേ? അതൊക്കെ ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പോകുമ്പോ കൈയോടെ വാങ്ങിച്ചു പോകണം. ജബ്ബാറേ, ഞാൻ അങ്ങോട്ട് പോവാണ്. ശരി മുതലാളി. അമണി നടന്നു.